പ്രേക്ഷകരോടുകൂടി ഒന്ന് പറഞ്ഞോട്ടെ, അങ്ങ് ക്ഷമിക്കൂ. അങ്ങയിലേക്ക് തന്നെയാണ് പറഞ്ഞ അഹമ്മദ് മാഷോട് ക്ഷമ പറയാൻ കാരണം ഈ ഫ്ലോ പോകാതെ അങ്ങയിലേക്ക് വരാനാണ്. PCR അതൊന്ന് കാണിക്കൂ. അങ്ങ് നേരത്തെ പറഞ്ഞ് നിർത്തിയിടത്തുനിന്ന് നമുക്ക് തുടങ്ങാം. പിന്നെ അങ്ങേക്ക് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർക്കുള്ള മറുപടി പറയാനുണ്ടെങ്കിൽ പ്രതികരിക്കാം. ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, അത് സ്ക്രീനിൽ വരുന്ന ഇടവേള കൊണ്ട് BJPയുടെ പ്രതിനിധിയെ കോൺഗ്രസിൻ്റെ യുവ പ്രതിനിധി വിളിച്ചത് ജയചന്ദ്ര എന്നാണ്. BJPയുടെ പ്രതിനിധി കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ വിളിച്ചത് താങ്കളെന്നും സാറെന്നും അങ്ങെന്നും. എനിവേ, ശ്രീ ബേസിൽ പാറേക്കുടി, സ്ക്രീൻ കാണാമെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ എന്നതിൻ്റെ മലയാളം അർത്ഥം ഊഹാത്മകം, ഊഹിക്കാവുന്നതായ, സങ്കല്പിക്കാവുന്നതായ, പരികൽപ്പന അല്ലെങ്കിൽ സിദ്ധാന്തപരമായി എന്നൊക്കെയാണ്. അതായത് അതൊരു സാധ്യത മാത്രമാണ്, യഥാർത്ഥമോ സത്യമോ ആയിരിക്കണമെന്നില്ലാത്ത ഒന്നിനെക്കുറിച്ചുള്ള ചിന്ത. ഉദാഹരണങ്ങൾ: ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ, ഊഹാത്മകമായ സാഹചര്യം; ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ, ഊഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം; ഊഹാത്മകം, ഇമാജിനറി, സ്പെക്കുലേറ്റീവ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കാസർഗോഡ് മുസ്ലിം ലീഗ് നടത്തിയ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യം ഹൈപ്പോത്തറ്റിക്കൽ അല്ല, പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കും. ശ്രീ KM ഷാജിയുടെ പ്രസംഗം മതമാണ്, ഹൈപ്പോത്തറ്റിക്കൽ അല്ല. കൊച്ചി മേയർ പറഞ്ഞത് സഭയാണ് എന്നെ മേയറാക്കിയത്, ഹൈപ്പോത്തറ്റിക്കൽ അല്ല. മാപ്പിളസ്ഥാൻ ഹൈപ്പോത്തറ്റിക്കൽ അല്ല. അപ്പോൾ അങ്ങ് ഈ ഹൈപ്പോത്തറ്റിക്കലിനെ ചൊല്ലി എനിക്ക് പൊള്ളിയതല്ല. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയുമ്പോൾ, ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് സങ്കല്പത്തിൽ നിന്നുള്ള ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ല, ചില വിഷയങ്ങൾ, ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് അങ്ങയോട് മറുപടി തേടിയതാണ്. ഒരു കാര്യം ഓർക്കണം, സമയം അതിക്രമിച്ചു. ഇനിയൊരു കഷ്ടിച്ചൊരു 11 മിനിറ്റ് മാത്രമാണ് 4 അതിഥികൾക്കുമായിട്ട് ഉള്ളത്. അതിൽ തന്നെ മോയിൻകുട്ടി പുലിക്കൽ കൈ ഉയർത്തിയിരുന്നു, അഹമ്മദ് ബാഷിലേക്ക് പോകാൻ പറ്റിയില്ല. അതിനിടയിലാണ് ഈ വിസ്ഫോടനം നടന്നത്. ശ്രീ ബേസിൽ, വേഗം. ആദ്യമേ ഒരു കാര്യം പറയാം, ജയചന്ദ്രൻ അല്ലാതെ വേറെ എന്തെങ്കിലും പേരുണ്ടോ? നിങ്ങൾ TV എന്തെങ്കിലും പേര് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജയചന്ദ്രൻ എന്നാണ് ഞാൻ വിളിച്ചത്. ഞാൻ വേറെ ഒന്നും വിളിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. ജയചന്ദ്രൻ എന്ന് വിളിച്ചു, അല്ല വേറെ പേരൊന്നും ഇല്ലല്ലോ. അതല്ല, പേരാണല്ലോ ഞാൻ വിളിച്ചത്. അപ്പൊ ജയചന്ദ്രൻ തന്നെ വിളിച്ചത്, അക്ഷരം മാറിയൊന്നുമില്ലല്ലോ. ജയചന്ദ്രൻ തന്നെയല്ലേ വിളിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന എത്രയും ബഹുമാന ആദരണീയനായ ജയചന്ദ്രൻ പറയുകയുണ്ടായി, ഹൈപ്പോത്തറ്റിക്കൽ ഒന്ന് പറഞ്ഞിട്ട് ഇതിലേതാണ് ഹൈപ്പോത്തറ്റിക്കൽ എന്നൊന്ന് പറഞ്ഞു. ഹൈപ്പോത്തറ്റിക്കലിലേക്ക് വന്നിട്ട് ജയചന്ദ്രൻ മാഷിലേക്ക് പോകാം. ഹൈപ്പോത്തറ്റിക്കൽ ഒന്ന് പറഞ്ഞു. ബേസിൽ പാറേക്കുടി, ഹൈപ്പോത്തറ്റിക്കൽ ഒരു മറുപടി പറ. ഇതിലേതാണ് ഹൈപ്പോത്തറ്റിക്കൽ എന്നൊന്ന് പറയും. പേര് വിളിച്ചു എന്ന് പറഞ്ഞോണ്ടാ നിങ്ങൾ ഇത്ര രോക്ഷാകുലനാവുന്നത്. പിന്നെ BJPയുടെ അല്ല, ഞാൻ വളരെ ബഹുമാന ആദരണീയനായ, അല്ല ഞാൻ പറയട്ടെ, വളരെ ബഹുമാന BJPയുടെ പ്രതിനിധിക്ക് ഞാൻ മറുപടി കൊടുക്കട്ടെ. 2014 ഇന്ത്യ ഉണ്ടായത്, 2014 ISR ഉണ്ടായത്. ഞാനൊരു കാര്യം പറയാം, അല്ലല്ല ഈ ഇന്ത്യയിൽ കോൺഗ്രസ് UDF വലിയ വർഗീയ കക്ഷികളെ കൂടി പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം, വർഗീയത എന്ന് പറയാതെ ഒരു സ്ഥലത്ത്, വർഗീയത ഇല്ലാതെ ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ ജയേന്ദ്ര മാസ്റ്റർ പാർട്ടിക്ക് പറ്റുമോ? ജയചന്ദ്രന്റെ പാർട്ടിക്ക് പറ്റുമോ? പിന്നെ ഒരു കാര്യം പറയാം, പാകിസ്ഥാൻ ഇനി യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് 7ാം കപ്പലിന്റെ പടയം അയക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു വർത്താനം പറഞ്ഞു, നിങ്ങൾ ആരെയും വെച്ച് ഇങ്ങോട്ട് അയച്ചോ, അത് ഞങ്ങളുടെ ബൗണ്ടറി വിട്ട് തിരിച്ചങ്ങ് പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഉരുക്ക് വനിതയുടെ ഇന്ദിരാഗാന്ധി നിങ്ങൾ മറന്നുപോയോ? എന്നാൽ 2014 ശേഷമാണോ ISR ഉണ്ടായത്? 2014 ശേഷം ഞങ്ങൾ അത് ചെയ്തു ഇത് എന്ന് പറയുമ്പോൾ 2014 മുമ്പും ഇന്ന് ജയചന്ദ്രൻ ഇങ്ങനെ ഒരു ഫ്ലോറിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നുള്ള ഇന്ത്യയെ എല്ലാമുള്ള ഇന്ത്യയാക്കിയത് കോൺഗ്രസാ. ഇന്നുള്ള ഇന്ത്യയെ എല്ലാമുള്ള ഇന്ത്യയാക്കിയത് കോൺഗ്രസാ. ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും, സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് വഹിച്ച പങ്കിനെ മറച്ചു വെച്ചുകൊണ്ട് 2014 മുതലാണോ ഈ പറയുന്ന ഇന്ത്യ ഉണ്ടായത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിൽക്കാതെ, സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ ഇന്ത്യക്കൊപ്പം നിൽക്കാതെ ഷൂ നക്കിയവന്റെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ വക്താവ് ഇവിടെ വന്നിരുന്നു വർത്താനം പറയുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പിതാവിനെ കൊന്നവന്റെ പ്രസ്ഥാനത്തിന്റെ വക്താവ് ഇവിടെ നിന്ന് വർത്താനം പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന ഈ ജനാധിപത്യ സമ്പ്രദായത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർഗീയത പറയാതെ വോട്ട് പിടിക്കാൻ സാധിക്കുമോ? എന്നിട്ട് വന്ന് വർത്താനം പറയണോ? 2014 ISR ഉണ്ടായത്. അതിനു മുമ്പ് അത് 3 വട്ടം പറഞ്ഞില്ലേ ബേസിൽ ഹൈപ്പോത്തറ്റിക്കലിലേക്ക് സമയം തീരില്ലെന്ന്. ISR എന്ന് 3 വട്ടം പറഞ്ഞു. പിന്നെ ഈ അമേരിക്ക തിരിച്ചു പോയത് ഇന്ദിരാഗാന്ധി കണ്ടുപിടിച്ചുകൊണ്ടൊന്നല്ല, റഷ്യയുടെ സബ്മറൈൻ വന്നുകൊണ്ടാണ്. അല്ല, അന്നത്തെ സോവിയറ്റ് യൂണിയൻ. നിങ്ങൾ ഹൈപ്പോത്തറ്റിക്കലിലേക്ക് വരുന്നുണ്ടോ ഇല്ല? സമയമില്ല. അങ്ങനെ ചീഫ് എഡിറ്റർ വർത്താനം വേണ്ട കാര്യമില്ലെന്നേ.
ISR ഒന്ന് 3 വട്ടം പറഞ്ഞില്ല, നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ. ബിജെപിയുടെ പ്രതിനിധി പറയുമ്പോൾ ചീഫ് എഡിറ്റർ മിണ്ടാതിരിക്കും. ശരി, ഹൈപ്പോത്തറ്റിക്കൽ ഉത്തരം പറയില്ല. അല്ല ഞാൻ പറഞ്ഞു, ഹൈപ്പോത്തറ്റിക്കൽ ഉത്തരം പറയില്ല. ഞാൻ കൃത്യമായി പറഞ്ഞു. ഹൈപ്പോത്തറ്റിക്കൽ ഉത്തരം പറയില്ല. ഹൈപ്പോത്തറ്റിക്കൽ ഉത്തരം പറയില്ല. ജയേന്ദ്രൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇടപെട്ടോ? ജയേന്ദ്രൻ സമയം കഴിഞ്ഞ് 49 ഹൈപ്പോത്തറ്റിക്കൽ ഉത്തരം പറയുന്നുണ്ടോ ഇല്ലയോ? ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ കൃത്യമായി പറഞ്ഞു. കാസർഗോഡ് ഹൈപ്പോത്തറ്റിക്കൽ ആണോ? KM ഷാജി ഹൈപ്പോത്തറ്റിക്കൽ ആണോ? മിനിമോളുടെ മേയർ സ്ഥാനം ഹൈപ്പോത്തറ്റിക്കൽ ആണോ? SDP-യുടെ സഹായം ഹൈപ്പോത്തറ്റിക്കൽ ആണോ? ഹൈപ്പോത്തറ്റിക്കൽ അർത്ഥം ഞാൻ കാണിച്ചു തന്നില്ലേ? അപ്പൊ അല്ലേ ശരി. മോയിൻകുട്ടി പുളിക്കൽ പെട്ടെന്ന് സമയം കഴിഞ്ഞു. ഒരു മിനിറ്റ് ശ്രീ മോയിൻകുട്ടി. മിനിമോൾ പറഞ്ഞോളൂ ബേസ് പറഞ്ഞു ബേസ്. അതായത് സഭ ഒരു പരിപാടി നടത്തുന്നു. ഈ സഭയുടെ പരിപാടി ചെന്ന് വി കെ മിനിമോൾ പറഞ്ഞത് എന്താ? സഭയാണ് എനിക്ക് മേയർ സ്ഥാനം തന്നതാണ്. സഭയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് എനിക്ക് മേയർ സ്ഥാനം കിട്ടിയെന്ന്. സമയം തീരെയില്ലാത്തതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇനി ഒരു അവസരത്തിൽ കാണിച്ചു തരാം. ഇനി ബാക്കി KM ഷാജി സഭയാണ് ഇടപെടൽ കൊണ്ട് മാത്രം എനിക്ക് മേയർ സ്ഥാനം കിട്ടിയെന്ന് വി കെ മിനിമോൾ പറയുന്ന പ്രതിഭകൾ കേട്ടായിരുന്നോ? ശരി, ഇതൊരു നടക്കി പോവില്ല, ഉത്തരം പറയത്തുമില്ല. മോയിൻകുട്ടി പുളിക്കൽ, ശ്രീ മോയിൻകുട്ടി പുളിക്കൽ സമയമില്ല 5 മിനിറ്റേ ഉള്ളൂ. ശ്രീ മൊയ്തീൻകുട്ടി മ്യൂട്ടാണ്, മൈക്ക് മ്യൂട്ടാണ്. ശ്രീ മൊയ്തീൻകുട്ടി മൈക്ക് മ്യൂട്ടാണ്. ബഹുമാനപ്പെട്ട ബിജെപിയുടെ പ്രതിനിധി ജനേന്ദ്ര മാസ്റ്റർ സംസാരം തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാഷണൽ ലീഗ് ഉണ്ടാക്കിയത് വലിയൊരു തീവ്രമായ വർഗീയ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നാണ്. നാഷണൽ ലീഗ് ഉണ്ടാക്കിയത് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബിന്റെ കൃത്യമായ കാഴ്ചപ്പാടിന്റെ ബലത്തിലാണ്. രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെയും രാജ്യത്തിന്റെ മതേതൃത്വത്തിന്റെയും പ്രതീകമായിരുന്ന ബാബരി മസ്ജിദ് അന്നത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയോടെ സംഘപരിവാർ ഫാസിസ്റ്റ് വർഗീയവാദികൾ തകർത്തപ്പോ അതിനെ കോൺഗ്രസിന്റെ അന്നത്തെ ഗവൺമെന്റ് നരസിംഹറാവു അടക്കം കൈകെട്ടി നോക്കി നിന്ന് അതിന് മൗനമാനുവാദം നൽകിയതിന്റെ പ്രതിഷേധ സൂചകമായിട്ടാണ് കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് നാഷണൽ ലീഗ് ഉണ്ടാക്കിയത്. അത് മറ്റുള്ള ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് പ്രതികാരം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ ആക്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ നിലപാടിന്റെ പശ്ചാത്തലത്തിലില്ല. തികച്ചും മതേതരത്വമായി ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ പൗരന് ചെയ്യാൻ കഴിയുന്ന പ്രതിഷേധം എന്ന നിലക്കാണ് ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ് വേറൊരു പാർട്ടി ഉണ്ടാക്കി മുസ്ലിം ലീഗുമായിട്ട് ഇറങ്ങിപ്പോകുന്നത്. കാരണം അത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ജനാധിപത്യവാദികളുടെ ശക്തമായ പ്രതിഷേധമാണ്. അതൊരിക്കലും വർഗീയമല്ല. അതിന് രാജ്യത്തിലെ ചില മാധ്യമങ്ങളും ചില മുസ്ലിം ലീഗിനെ പോലെയുള്ള കോൺഗ്രസിനെ പോലെയുള്ള ചില ആളുകളും ഒക്കെ INL വലിയൊരു വർഗീയ സംഘടനയാണ് എന്ന നിലയിൽ അതിനെ അവതരിപ്പിക്കാൻ വേണ്ടി ഗൂഢമായ ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കൃത്യമായി നാഷണൽ ലീഗ് രൂപീകരിച്ചത് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള ഒരു പൗരന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ അവകാശം മുന്നിൽ വെച്ചുകൊണ്ടാണ്, ജനാധിപത്യ സംവിധാനത്തിലാണ്. അതുപോലെ തന്നെ ബിജെപിയുടെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറയുണ്ടായി, കേരളം ഒരു തീവ്രവാദികളുടെ ഹബ്ബായി മാറി, 10 രാജ്യദ്രോഹികളുടെ വോട്ട് കിട്ടാൻ വേണ്ടി ആരുമായി കൂട്ടുകൂടുകയാണ് ഇടതുപക്ഷം എന്നൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ രാജ്യത്ത് കഴിഞ്ഞ ഈ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള 12 വർഷം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്ത് അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്തതിന്, രാജ്യദ്രോഹ കുറ്റത്തിന് കുറേയധികം ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ് മുഴുവൻ ഒന്ന് പരിശോധിച്ചിട്ട് ഈ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ, വേണ്ട മുസ്ലിം പേരുള്ള ഏതെങ്കിലും ഒരാൾ ആ ലിസ്റ്റിൽ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ആ ലിസ്റ്റ് മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ ഈ കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു തീവ്രവാദി ആ ലിസ്റ്റിലുണ്ടായി, ഒരു മുസ്ലിം പേരുള്ള ആളുണ്ടായി, അത് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, ഒരു പ്രത്യേക സംഘടനയിൽപ്പെട്ട ആളുകളാണ്. അവരാണ് രാജ്യദ്രോഹികളായി വരുന്നത്. അവരാണ് രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പുള്ളിക്കൽ സമയക്കുറവുകൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. അങ്ങയുടെ പോയിന്റ് മനസ്സിലായി. ഇനി 2 പേർ സംസാരിക്കാനുണ്ട്. ക്ഷമിക്കണം, കുറച്ചധികം സമയം അല്ലാതെ തന്നെ ഒറ്റ കാര്യം കൂടി. കേരളത്തില് ബിജെപിയുടെ പ്രതി പറയുകയുണ്ടായി, കേരളത്തിലെ മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദു വിരുദ്ധമായി മാറുകയാണ് എന്നാണ്. കേരളത്തിലെ മതേതരത്വം ഒരിക്കലും ഹിന്ദു വിരുദ്ധമല്ല. കേരളത്തിലെ മുഴുവൻ മതേതര വിശ്വാസികളും രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ആശയെ തകർത്തുകൊണ്ട് അവിടെ മതം കയറ്റിക്കൂട്ടി അത് മതമാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് BJP ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് BJPക്ക് കേരളത്തിലെ മതേതരത്വം പറയുമ്പോൾ മുഴുവൻ ഞങ്ങൾക്കെതിരാണ് എന്ന് തോന്നലുണ്ടാകുന്നത്.